ഇനി അടുത്ത് വരുന്ന ടോപ്പിക്കാണ് റിലയബിലിറ്റി കോസ്റ്റ്. ഈ റിലയബിലിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രോഡക്റ്റിൻ്റെ റിലയബിലിറ്റി ആയിട്ട് മാത്രം അസോസിയേറ്റ് ചെയ്ത് വരുന്ന കോസ്റ്റാണ് നമ്മളിവിടെ പറയുന്നത്. എല്ലാ കോസ്റ്റും കൂടെ പറയുന്നില്ല. അപ്പോൾ ഈ റിലയബിലിറ്റി കോസ്റ്റിനെ മൊത്തം നമുക്ക് രണ്ട് രീതിയിൽ ഡിവൈഡ് ചെയ്യാം, ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് മാനുഫാക്ചറേഴ്സ് കോസ്റ്റ്, അതായത് ഒരു മാനുഫാക്ചറിന് ഇൻകർ ചെയ്യേണ്ടി വരുന്ന കോസ്റ്റും പിന്നെ കസ്റ്റമറിന് ഇൻകർ ചെയ്യേണ്ടി വരുന്ന കോസ്റ്റും. ഈ മാനുഫാക്ചറേഴ്സ് കോസ്റ്റിൽ തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ഇൻറ്റേർണൽ കോസ്റ്റും എക്സ്റ്റേണൽ കോസ്റ്റും. ഈ ഇൻറ്റേർണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രിയുടെ അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് പ്ലാന്റിൻ്റെ ഇമ്മീഡിയറ്റ് സറൗണ്ടിങ്സ്, ഒരു പ്രിമൈസസിൽ വെച്ച് വരുന്ന കോസ്റ്റുകൾ. എക്സ്റ്റേണൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ വാങ്ങിച്ചതിന് ശേഷം ഈ ഇൻഡസ്ട്രിക്ക് വരുന്ന പ്രശ്നങ്ങൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ. ഈ ഇൻറ്റേർണൽ കോസ്റ്റ് തന്നെ, അതായത് പ്രിമൈസസിനകത്ത് വരുന്ന കോസ്റ്റ് തന്നെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രോഡക്റ്റ് കാരണം ഉണ്ടാകുന്ന കോസ്റ്റുകളും രണ്ട് പ്രോസസ്സ് കാരണം ഉണ്ടാകുന്ന കോസ്റ്റുകളും. ഈ പ്രോഡക്റ്റ് കോസ്റ്റിൽ വരുന്നതാണ് ഡിസൈൻ കോസ്റ്റ്. അതായത് ഒരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് കോസ്റ്റ് ആവശ്യം വരും. അതായത് ഈ പ്രോഡക്റ്റിന് ആവശ്യത്തിന് റിലയബിലിറ്റി ഉണ്ട് എന്നുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്. അനാലിസിസ് കോസ്റ്റ്, അതേ പ്രോഡക്റ്റിന് ആവശ്യത്തിന് റിലയബിലിറ്റി ഉണ്ടോ എന്ന് അനലൈസ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്. ടെസ്റ്റിംഗ് കോസ്റ്റ്, അതിൻ്റെ റിലയബിലിറ്റി ടെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന കോസ്റ്റ്. അതുപോലെ ഫെയിലിയർ അനാലിസിസ് കോസ്റ്റ്, അഥവാ ഇനി ആ പ്രോഡക്റ്റ് ഫെയിൽ ആവുകയാണെങ്കിൽ അത് എന്തുകൊണ്ട് ഫെയിലായി, അതിനുള്ള റീസൺസ് കണ്ടുപിടിച്ച് അതിനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതിനുള്ള കോസ്റ്റ്, അതാണ് ഫെയിലിയർ അനാലിസിസ് കോസ്റ്റ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ വരുന്നത് പ്രോസസ് കോസ്റ്റുകളാണ്. ഈ പ്രോസസ് കോസ്റ്റുകളിൽ മെയിനായിട്ട് മൂന്നെണ്ണമാണ് വരുന്നത്. സ്റ്റോപ്പേജ് കോസ്റ്റ്, അതായത് ഈ പ്രോസസ്സ് നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് നിർത്തി വെക്കേണ്ടി വരുന്നെങ്കിൽ അത്രയും സമയം നമുക്ക് നഷ്ടമാവും, അത് കാരണം അത്രയും പ്രൊഡക്ടിവിറ്റി കുറയും, അതാണ് സ്റ്റോപ്പേജ് കോസ്റ്റ്. അതുപോലെ റിപ്പയർ കോസ്റ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിവൈസസിന് മാൽ ഫങ്ഷൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്കത് റിപ്പയർ ചെയ്യാൻ നമുക്ക് കുറച്ച് കോസ്റ്റ് ആവും, അതാണ് റിപ്പയർ കോസ്റ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്, ഇതേ മാൽ ഫങ്ഷൻ ചെയ്യുന്ന മെഷീൻസ് നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരുന്നു, റിപ്പയറബിൾ അല്ല എങ്കിൽ അതിന് നമുക്കൊരു പൈസ മുടക്കേണ്ടി ഒരു ചിലവുണ്ടാവും, അതാണ് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഇൻറ്റേർണൽ കോസ്റ്റ് വരുന്നത്, നമ്മുടെ പ്ലാന്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയുടെ അകത്ത് ഇൻകർ ചെയ്യുന്ന കോസ്റ്റുകൾ. അതുപോലെ തന്നെ എക്സ്റ്റേണൽ കോസ്റ്റ് വരുമ്പോൾ വാറൻറ്റി കോസ്റ്റാണ് മെയിനായിട്ട് പറയുന്നത്. കസ്റ്റമറിലേക്ക് എത്തി, പക്ഷേ അത് മാൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ വാറൻറ്റി പീരീഡിൻ്റെ അകത്താണെങ്കിൽ അവർ മാറ്റി കൊടുക്കേണ്ടി വരും, അതിൻ്റെ ചിലവുകൾ വഹിക്കേണ്ടതും ഈ സ്ഥാപനം തന്നെയായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ ഫ്രീ റിപ്പയർ റീപ്ലേസ്മെൻ്റ് ഒക്കെ കൊടുക്കില്ലേ, ഈ OnePlusൻ്റെ സ്ക്രീൻ റീപ്ലേസ്മെൻ്റ് ഒക്കെ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതെല്ലാം ഈ എക്സ്റ്റേണൽ കോസ്റ്റിൽ വരുന്നതാണ്. ഇത് ഇത്രയും മാനുഫാക്ചറേഴ്സ് കോസ്റ്റാണ്, ഒരു മാനുഫാക്ചററിന് പേ ചെയ്യേണ്ടി വരുന്ന കോസ്റ്റുകളാണ്. അത് കഴിഞ്ഞ് കസ്റ്റമേഴ്സ് കോസ്റ്റ് ഉണ്ട്. ഒരു റിലയബിലിറ്റി ഇഷ്യൂസ് കാരണം പ്രോഡക്റ്റ് വാങ്ങിച്ച കസ്റ്റമറിന് വരുന്ന കോസ്റ്റുകൾ. കുറഞ്ഞ ഇനിഷ്യൽ കോസ്റ്റ്, അതായത് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചിലവാക്കുന്ന പൈസ. അത് കഴിഞ്ഞ് വരുന്ന നാലെണ്ണത്തിന് നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്നാണ് പറയുന്നത്. കാരണം ഈ ഇനിഷ്യൽ കോസ്റ്റ് വിട്ട് കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമ്മൾ ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദി പ്രോഡക്റ്റ് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈ നാലെണ്ണത്തിന് മാത്രം ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അതിലൊരെണ്ണം ഓപ്പറേഷൻ കോസ്റ്റ്, നമ്മൾ ആ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ ആവശ്യം വരുന്ന ചിലവ്. മെയിൻ്റനൻസ് കോസ്റ്റ്, അതിൻ്റെ മെയിൻ്റനൻസിന്, അത് റെഗുലറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും, അതുപോലെ പ്രിവെൻറ്റീവ് മെയിൻ്റനൻസ് ആവാം, അല്ലെങ്കിൽ റിയാക്റ്റീവ് മെയിൻ്റനൻസ് ആവാം, അങ്ങനെയുള്ള പലതരത്തിലുള്ള മെയിൻ്റനൻസിന് നമുക്ക് ചിലവാക്കേണ്ടി വരുന്ന പൈസ. ഫെയിലിയർ കോസ്റ്റ്, ഇനി അഥവാ അത് ചീത്തയായി പോയാൽ വാറൻറ്റി പീരീഡിൻ്റെ അകത്തല്ലെങ്കിൽ നമ്മൾ തന്നെ പൈസ മുടക്കേണ്ടി വരും, നമുക്ക് അത്രയും പൈസ നഷ്ടമാണ്, അതാണ് ഫെയിലിയർ കോസ്റ്റ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ കോസ്റ്റ്, അഥവാ ഇനി അങ്ങനെ മാൽ ഫങ്ഷൻ ചെയ്തില്ലെങ്കിൽ പോലും കാലക്രമേണ ഏതൊരു പ്രോഡക്റ്റും വെയർ ഔട്ട് ആവും, അതിൻ്റെ വാല്യൂ കുറയും, അങ്ങനെ സംഭവിക്കുന്നതിനാണ് ഡിപ്രീസിയേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നാലും ത്രൂ ഔട്ട് ദി ലൈഫ് ഓഫ് ദി പ്രോഡക്റ്റ് നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈഫ് സൈക്കിൾ കോസ്റ്റ് എന്ന് പറയുന്നു. ഇതെല്ലാം കസ്റ്റമേഴ്സ് കോസ്റ്റിൻ്റെ അകത്ത് തന്നെ വരുന്നതാണ്.